ഹലോ, ഹാപ്പി ഓണം. ഇന്ന് ഉത്രാടായില്ലേ. അപ്പോൾ എല്ലാവരുടെ ഓണമൊക്കെ ഇടംവരെയായി. ഞാനിവിടെ കായയും ശർക്കര വരട്ടിയൊക്കെ വറുത്തു, എല്ലാം സെറ്റാണ്. അപ്പോൾ നാളെ തിരുവോണമാണ്. അപ്പോൾ ഞാനിന്നിവിടെ നമുക്ക് കായയും ശർക്കര വരട്ടിയും എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഉപ്പേരി മാത്രമേ വറുക്കാറുള്ളൂ. ശർക്കര വരട്ടി ഞാനങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം അതെന്നെ കൊണ്ട് നടക്കുന്ന പണിയെല്ലാം തോന്നുന്നതുകൊണ്ടാണ് ഉണ്ടാക്കാതിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് അമ്മ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അമ്മ ഇതിനകത്തൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണ്. അപ്പോൾ അമ്മ എനിക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ശർക്കര വരട്ടിയും കൂടി ഉണ്ടാക്കിട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ കായെല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നൈസായിട്ട് കട്ടി കൂടിപ്പോകരുത്. അച്ചിലായാലും നമ്മൾ കയ്യിൽ കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഉപ്പേരി ഇട്ട് കൊടുക്കാം. അതിനുശേഷം അത് നന്നായിട്ട് ആ തീയിൽ നമ്മൾ ഇട്ട ശേഷം അപ്പം തന്നെ ഇളക്കരുത് കേട്ടോ. ഒരു കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മളൊരു ഇളക്കാൻ പാടുള്ളൂ. അതിനകത്തേക്ക് കയ്യിലിട്ട് ചൊട്ടകിട്ടിട്ട് ഇളക്കാൻ പാടുള്ളൂ. അപ്പോൾ അതൊന്ന് മുരിഞ്ഞു വരണമെന്ന് തോന്നിയപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ടി വരില്ല. നമ്മുടെ ഉപ്പേരിക്ക് ഒരു നല്ലൊരു യെല്ലോയിഷ് കളറും കിട്ടും. അപ്പോൾ അത് ആഡ് ചെയ്ത് കൊടുത്തു. ആ ഒരു തിള, അപ്പോൾ വെള്ളം അതിനകത്തേക്ക് ചെല്ലുമ്പോൾ ഒരു തിള വരുമല്ലോ, അതായത് തിള വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആറിയെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അത് വറുത്ത് കോരി മാറ്റാം. അതുപോലെ തന്നെ ഞാൻ രണ്ടാമത്തെ ബാച്ചും കൂടി ഇട്ട് ഇതുപോലെ തന്നെ സെയിം ആയിട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒപ്പം തന്നെ ഞാൻ ശർക്കര വരട്ടിയും കൂടി എങ്ങനെ ഉണ്ടാക്കിയതെന്നും കൂടി നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ശർക്കര വരട്ടിക്ക് ഞാനിങ്ങനെ ഒരു ചെരിച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം കുറച്ച് തിക്നെസ്സിൽ ചെരിച്ചാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയാൽ മതി കേട്ടോ. അപ്പം തന്നെ അതിനകത്ത് കയ്യിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കരുത്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും അതൊന്നായി ഉണ്ടാവും. അപ്പോഴാണ് ഇളക്കി കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട്, ഇപ്പോൾ ശർക്കര വരട്ടിക്കാവുമ്പോൾ നല്ല വേവുണ്ട്, അത് നല്ല ക്രിസ്പി ആയിട്ട് വരണം. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട പരിപാടിയാണ് ശർക്കര വരട്ടി കേട്ടോ. അപ്പോൾ ആ സമയം ഞാൻ ഇതിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാവ് റെഡിയാക്കുന്നുണ്ട്. ഞാനിവിടെ 2 അച്ച് ശർക്കര എടുത്തിട്ട് അധികം വെള്ളം ഒഴിക്കാതെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് ഉരുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശർക്കര വരട്ടിയും നല്ല ക്രിസ്പി ആയിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോൾ അത് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കരപ്പാവിൻ്റെ ഞാനൊരു ഉരുളിയിലേക്ക് ജസ്റ്റ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിനുശേഷം നിർത്താതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഇതൊരു പാവ് കാച്ചാന്ന് പറയില്ലേ, നമ്മളിങ്ങനെ കയ്യിലെടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വലിഞ്ഞു വരുന്നൊരു പാകം, ആ ഒരു കൺസിസ്റ്റൻസി വരുന്ന വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ആ കൺസിസ്റ്റൻസി എത്തിയെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ശർക്കര ഉപ്പേരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് തോന്നും ശർക്കര പാവ് കൂടുതലാണെന്ന് തോന്നും. കുഴപ്പമില്ല, അത് അതിനകത്ത് കിടന്ന് വലിഞ്ഞ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര വരട്ടി നമുക്ക് കിട്ടും കേട്ടോ. ഈ സമയത്ത് ഞാൻ അതിനകത്തേക്ക് ചുക്കും ജീരകവും ഏലക്കായയും കൂടി പൊടിച്ച പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതിങ്ങനെ കുറച്ച് നേരത്തെ ഒരു 5-6 മിനിറ്റത്തെ പണിയുണ്ട് അതിങ്ങനെ ആയി വരാനായിട്ട്. അതുപോലെ തന്നെ ആ സമയത്ത് ഞാൻ കുറച്ച് നമ്മുടെ പഞ്ചസാര ഇല്ലേ, പെൻഡിൽ അധികം വലിയ തരിയല്ലാത്ത പഞ്ചസാരയാണ്. അപ്പോൾ ഞാൻ ആ പഞ്ചസാര അങ്ങനെ തന്നെ പൊടിക്കാതെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാരയും കൂടി ഒന്ന് ജസ്റ്റ് മുകളിൽ വിതറി കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ശർക്കര ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് ബുദ്ധിമുട്ടാണെന്നൊന്നും വിചാരിക്കരുത്. ജസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഒരു 6-7 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എൻ്റെ ശർക്കര ഉപ്പേരി പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇത്തിരി ശർക്കര പാവൻ്റെ കയ്യിലേക്ക് കോരി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു കയ്യിൽ ആ സമയത്ത്. അപ്പം ഇത് നന്നായിട്ടായി വരുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ വലിഞ്ഞ് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിലേക്ക് ആയൊരു, എന്താ പറയുക, അതുമ്മേ എല്ലാം പിടിച്ച ഒരു കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ നമുക്ക് അവസാനം എങ്ങനെയാണ് ഇതെന്ന് കാണാം.
അപ്പോൾ ഒരു 6-7 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ശർക്കര ഉപ്പേരി ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും നമ്മളിത് ഇതുപോലെ മാറും. അപ്പോൾ എല്ലാവരും ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഉണ്ടാക്കി നോക്കുക. ഹാപ്പി ഓണം. ബൈ ഫ്രം M4 Foodie.